നിങ്ങളുടെ ഈ ഗ്രഹത്തിൽ എപ്പോഴത്തെ ഗ്രഹത്തിലാണ് പ്രസക്തമാണെന്ന് നിങ്ങൾ തീരുമാനിക്കും. അത് ദീർഘകാലം സമയമാണ്. നിങ്ങൾ തിരിച്ച് നമ്മുടെ ഭാഷയിൽ പുറത്തേക്ക് വരുന്ന അത് തന്നെ ഒരുപാട് മുൻകൂട്ടി കൊടുക്കാൻ പറ്റുന്ന ഈ നിങ്ങളുടെ ഈ അമ്പതിൽ കോഡ് എന്ന് പറഞ്ഞ ആ കോഡ് കട്ട് ചെയ്യുമ്പോൾ അങ്ങനെ സമയത്താണ് അതിരിക്കട്ടെ. നിങ്ങൾ ജനിക്കുന്നത് വരെ ഈ ഗ്രഹങ്ങൾക്ക് ഇനി ഇല്ലായ്മ ഈ ഘടാകരങ്ങളായിട്ടുള്ള ഗ്രഹങ്ങളെ എനിക്കുറിച്ച് പറയാൻ നമ്മുടെ അമ്മയുടെ ശരീരം എന്ന് പറയുന്ന ഒരു ചെറിയ വസ്തു മതിയോ? കുറച്ച് ബ്ലഡും കുറച്ച് പക്ഷിയും കുറച്ച് അസ്ഥികളൊക്കെ ചേർന്ന് ഒരു പോഷണമാക്കി അതിനകത്ത് ഷീൽ ചെയ്യാവുന്ന നിസ്സാരമാണ് ഈ പറയുന്ന ഘടാകരങ്ങളായ പുറപ്പെടുന്ന എന്ത് അത്ഭുതമാണ് ഈ ഗ്രഹങ്ങൾ എന്ത് പ്രതിഭാസമാണ്. പെട്ടെന്ന് ഈ ഗ്രഹങ്ങളെല്ലാം നിങ്ങളുടെ മുകളിലേക്ക് സ്വാധീനം ചെലുത്താൻ പോകാൻ ആകാശ ലോകങ്ങൾ നമ്മളെ സ്വാധീനിക്കും എന്നത് ശരിയാണ് എന്ന് അക്ഷയമാണ് ചോദിക്കുന്നത്. അത് അതിനെ മുഖവിലേക്ക് എടുക്കാതെ തള്ളിക്കൊണ്ടത് ശരി. ആകാശ ലോകങ്ങൾ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ, സിറസ് ഈ വസ്തുക്കളൊക്കെ ഇതെല്ലാം സൗരയൂഥത്തിലെ ഭൂമിയേക്കാൾ വളരെ ഗ്രഹങ്ങളാണ്. ഈ ഗ്രഹങ്ങളുടെ സ്വാധീനത്തെക്കുറിച്ച് എന്തുകൊണ്ടാണ് പ്ലൂട്ടോ പണ്ട് ഗ്രഹമായിരുന്നു, പ്ലൂട്ടോ ഗ്രഹമായിരുന്നു. പക്ഷെ അപ്പോഴും നമ്മൾ വലിയ പേരെ അതിന്റെ സ്വാധീനത്തിലാണ് അവയ്ക്ക് എന്ത് വ്യത്യാസമാണ്? നിങ്ങൾ ചരിത്രപരമായി നോക്കിക്കഴിഞ്ഞാൽ അത്ഭുതമൊന്നുമില്ല. കാരണം ടെലിസ്കോപ്പിൽ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഈ ഗ്രഹങ്ങളെ നമുക്ക് അറിയില്ലായിരുന്നു. ആ സമയത്ത് വികസിച്ച് വന്ന പഴയ ജ്യോതിഷത്തിൽ ഈ ഗ്രഹങ്ങളെക്കുറിച്ച് അറിയാത്തതുകൊണ്ട് ഉൾപ്പെടുത്തിയിട്ടില്ല. ഈ ഗ്രഹങ്ങൾക്ക് അറിയില്ല, അല്ലെങ്കിൽ ഈ ഗ്രഹങ്ങളെ അവഗണിക്കുന്നത് പല സ്വാധീനങ്ങളും അങ്ങനെയാണെങ്കിൽ ഇവയെ നമുക്ക് ഉൾപ്പെടുത്താൻ എങ്ങനെയാണ് ഈ ഗ്രഹങ്ങളുടെ സ്വാധീനത്തെ ഇങ്ങനെയാണ്. ഇനി മറ്റൊരു പ്രശ്നം കുറച്ചുകൂടി ടെക്നിക്കലാണ്. അതായത് നമ്മൾ ഭൂമിയുടെ അച്ഛനും ഭൂമിയുടെ അച്ഛനും അതിന്റെ ഓവർസി കഴിഞ്ഞുമായിട്ട് റഫറൻസ് ആക്കി എടുത്തു കഴിഞ്ഞാൽ 23 ഡിഗ്രി കഴിഞ്ഞാണ്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ രാശികൾ പക്ഷേ ഇത് വളരെ നീണ്ട കാലാവധി ഭൂമിയുടെ ഈ അസുഖം സ്ഥിരമാണ്. കാരണം 23,000 വർഷം മുമ്പ് ഒരു തവണ കറങ്ങി പ്രിസഷൻ എന്ന് പറയുന്നത് ഭൂമിയുടെ ഈ നമ്മളെല്ലാ പ്രായോഗിക ആവശ്യങ്ങൾക്കും ഭൂമിയുടെ അച്ചുകൊണ്ട് സ്ഥിരമായ ഒരു ദിശയിൽ സൂചിപ്പിച്ചതാണ് എന്ന് അസ്യൂം ചെയ്തുകൊണ്ടാണ്. ആ അച്ചുവിന്റെ ആ ദിശയിൽ നഷ്ടപരിഹാരങ്ങൾ പക്ഷേ ഇത് സ്ഥിരമാണ്. നേരത്തെ പറഞ്ഞതുപോലെ 10,000 വർഷം ഒരിക്കൽ എന്ന രീതിയിൽ ഇത് ഒരു കറക്കം പൂർത്തിയായി. ഇതിനെയാണ് പ്രിസഷൻ അല്ലെങ്കിൽ പുനഃഭരണം എന്ന്. ഭൂമിയുടെ അച്ചുകൊണ്ട് അത് സൂര്യത്തിന് ദിശയും അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ സോഡിയാക് എന്ന് പറയുന്ന ആകാശത്തെ ബാൻഡ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അച്ചുകൊണ്ടതിന് വരുന്ന ഈ കറക്കം ഈ സോഡിയാക്കിന് അത് ഉണ്ടാക്കാൻ പോകുന്ന ഫലം ഇതിന്റെ മെക്കാനിസം വളരെ വിശദമായിട്ട് സംസാരിക്കാൻ നമുക്ക് കേൾക്കാൻ മാത്രമില്ല. അതിന്റെ കട്ട് എന്താണെന്ന് മാത്രം ഇതിന്റെ അനന്തരഫലം എന്ന് പറയും. നമ്മളിപ്പോ ഡിസംബർ 1 എന്ന് പറയുന്ന ഡേറ്റ് എടുക്കും. ആ സമയത്ത് സൂര്യൻ വൃശ്ചികം എന്ന് പറയുന്നത് സ്കോർപ്പിയസ് എന്ന് പറയുന്ന രാശിയിലാണ് എന്നാണ് കൂടുതൽ നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ അത് ഈ ഭൂമിയുടെ അക്ഷരങ്ങളുടെ ഈ പ്രിസഷൻ കാലം കാലകാലം അതായത് 2000 വർഷം മുമ്പ് ഡിസംബർ 1 എന്ന് പറഞ്ഞാൽ അന്ന് സൂര്യൻ വൃശ്ചികത്തിലായിരിക്കുക തമ്മിലായിരിക്കും. നേരെ മറിച്ച് ഒരു 2000 വർഷം ഒരു മുമ്പോട്ട് ചെന്ന് കഴിഞ്ഞാൽ അത് മറ്റൊരു രാശിയിലിരിക്കുന്നു. അത് ഒരു പുരസ്കരണം കാണുന്നുണ്ടാകും. ഇത് നമ്മൾ കഴിപ്പിക്കണം. പ്രശ്നം നമ്മൾ ഇന്നത്തെ കാലത്ത് സൂര്യൻ ഏത് രാശിയിലാണ് നിൽക്കുന്നത് എന്ന് നോക്കി നമ്മൾ അതിന്റെ പഴയ ജ്യോതിഷ പുസ്തകങ്ങൾ നോക്കി അതിന്റെ ഫലം ചോദിച്ചാൽ ഈ ജ്യോതിഷ പുസ്തകം എഴുതിയാണ്
എല്ലാ ഭൗതിക സവിശേഷതകൾക്കും ഡിസ്റ്റൻസ്. അതായത് എന്തെങ്കിലും ഒരു സ്രോതസ് ഒരു ഫലം ഉണ്ടാകുന്നത് ആ സ്രോതസ് നിങ്ങളിൽ നിന്ന് എത്രത്തോളം കൂടുതലാണ് അത്രത്തോളം ആ ഫലം കുറയും. നമ്മളൊരു മെഴുകുതിരി കത്തിച്ചു, അത് നമ്മൾ പ്രകാശത്തിന് കണ്ടെത്തി നമ്മൾ മെഴുകുതിരി എത്രത്തോളം ദൂരേക്ക് പോകുന്നു അതിന് വളരെ പെട്ടെന്ന് ഇനി നമുക്ക് മാക്സിമം അടുത്തുകൊണ്ടിരുന്നതാണ് അതുകൊണ്ട് ദൂരേക്ക് മാറി മാറി പോകുന്നത് അങ്ങനെ എന്ത് വസ്തു എന്ത് ഭൗതിക സവിശേഷത ആ സ്രോതസ് നമ്മൾ ദൂരം ഈ ഭൂമിശാസ്ത്ര വസ്തുക്കൾ നമ്മൾ സ്വാധീനിച്ചിരിക്കുന്നത് ഈ വസ്തുക്കൾ മുന്നിൽ നമുക്ക് ദൂരെയാണ് വളരെ പ്രത്യേകിച്ച് ചന്ദ്രൻ മാത്രമാണ് ഭൂമിക്ക് ചുറ്റുന്നത്. ബാക്കി എല്ലാ ആകാശ വസ്തുക്കളും ഗ്രഹങ്ങളെല്ലാം നമുക്ക് ഭൂമിയിലാണ് പോകുന്നത്, ഭൂമിയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഭൂമി വരുന്നത് നമ്മൾ ദൂരം വല്ലാതെ മാറി ചുവട് എടുത്തു കഴിഞ്ഞാൽ 400 കോടി കിലോമീറ്റർ വരെ ഭൂമി ദൂരമാണ്. അങ്ങനെയാണ് ഈ ഭൂമി ചുവട് വളരെ അടുത്തായിരിക്കും വരുന്നത്. ഭൂമി ചുവടിന് ഒരുപാട് ദൂരെയായിരിക്കും വരുന്നത്. ഒരുപാട് ഇഫക്ട് അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന സ്വാധീനത്തിൽ വരുന്ന വ്യത്യാസം ഉണ്ടാകില്ല. പക്ഷേ ഇനി ഇതിന് മറുപടിയായിട്ട് നമ്മൾ പറയുന്നത് ഗ്രഹങ്ങളുടെ അസ്തിത്വം മാത്രം, അതായത് എൻറ്റിറ്റി എന്നതിൽ മാത്രമാണ് പ്രധാനപ്പെട്ടതാണ്. അവരുടെ ദൂരം പ്രശ്നമില്ല എന്നാണെങ്കിൽ ഇത് പ്രശ്നങ്ങൾക്ക് പ്രശ്നമുള്ളത്. പ്രപഞ്ചത്തിൽ ദൂരങ്ങൾ ഒരു മഞ്ഞില്ല. ദൂരെയാണ് എന്നുള്ളതുകൊണ്ട് സ്വാധീനം പരിഗണിക്കേണ്ടതില്ല, അല്ലെങ്കിൽ ദൂരെയാണ് കാണുന്നതുകൊണ്ട് സ്വാധീനം നമുക്ക് നെഗ്ലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം വസ്തു ഉണ്ടെങ്കിൽ അതിന് ഫലമുണ്ട്. ദൂരെയാണോ അടുത്താണോ എന്ന് പരിഗണിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു വരികയാണ്. അത് വളരെ സൗരയിൽ ഉൾപ്പെടുന്ന നമ്മുടെ മിൽക്കിയുടെ ഗാലക്സി വലിപ്പം 10,000